ഹായ് ഫ്രണ്ട്സ്, ഇത് ദിലീപാണ്. ട്രാവൽ ദിൽസയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് മൂന്നാറിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ മാറിയിട്ട് കുഞ്ചിത്തണ്ണി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. നമ്മള് ഒരു ചെറിയൊരു ട്രിപ്പ് പോവുകയാണ്. ഇപ്പോ നമ്മള് 2-3 പേരുണ്ട്. അപ്പം ഇന്നിപ്പോ അവധിയായിരുന്നു. ഇന്നിപ്പോ വോട്ടൊക്കെ ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ചുമ്മാ ഒരു ചെറിയൊരു ട്രിപ്പ് പോവാണ്. അപ്പൊ ആ നല്ല അടിപൊളി 2-3 സ്ഥലങ്ങളുണ്ട് ഇവിടെ അടുത്ത് തന്നെ, ഒരു 15 കിലോമീറ്റർ ചുറ്റളവില്. അപ്പൊ ആ സ്ഥലങ്ങൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ കം, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ട്രിപ്പ്. നമ്മളിപ്പോ കുഞ്ചത്തണ്ണിന്ന് ഒരു 2 കിലോമീറ്റർ വന്നിട്ടുണ്ട്. ഇത് എല്ലക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഒരു എല്ലക്കൽ, ഇതൊരു ബ്രിഡ്ജാണ്, ചെറിയൊരു പാലം. കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് മഴയൊക്കെ വന്നപ്പോ ഈ പാലമൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് വെള്ളം ഒഴുകിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കുറച്ച് അപ്പുറേ ഒരു നല്ല വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്. ഇപ്പോ അത്ര ലൈവ് അല്ല, കാരണം നമ്മുടെ വലിയ നല്ല മഴയൊക്കെ ഉള്ള സമയത്താണ് ഈ വാട്ടർഫോൾസ് ഒക്കെ നല്ല ലൈവ് ആവുന്നത്. അത് ഞാൻ കാണിക്കാം, നിങ്ങളെ വഴിയെ കാണിക്കാം ആ സ്ഥലങ്ങളും കൂടെ. ഫ്രണ്ട്സ്, നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മുടെ പൊന്മുടി ഡാമിന്റെ ഒരു വ്യൂ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാം. നമുക്ക് ഈ എല്ലക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ അടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതുണ്ട്, പൊന്മുടി ഡാമാണിത്. നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്, പൊന്മുടി ഡാമിന്റെ അടുത്ത് നമ്മൾ പോകുന്നുണ്ട്. അതിന്റെ വ്യൂ നമുക്ക് അവിടെ ചെന്നിട്ട് കാണിക്കാം. ഓക്കെ, ഇപ്പോ ഇത് എല്ലക്കല്ലിൽ നിന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കുറെ വളവുകളും തിരിവുകളും ഒക്കെ ഉള്ള ഒരു വഴിയാണിത്. പക്ഷെ ഇപ്പൊ നന്നായിട്ട് പണിതിട്ടിട്ടുണ്ട്. നല്ല റോഡാണ്, കുഴപ്പമില്ല. അത്യാവശ്യം എല്ലാ തരത്തിലുള്ള വണ്ടികളും ഓടിച്ചോണ്ട് നമുക്ക് പോകാൻ പറ്റും ഈ വഴിക്ക്. ഇത് നമ്മുടെ പൂപ്പാറ, ഡയറക്റ്റ് പൂപ്പാറയ്ക്ക് പോകുന്ന റോഡാണിത്. ഇവിടുന്ന് ഇനിയൊരു 7 കിലോമീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് രാജക്കാട് എന്ന് പറഞ്ഞ സ്ഥലമെത്തും. അവിടുന്ന് ഒരു 2 കിലോമീറ്റർ അകത്തേക്ക് മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമ്മുടെ ഈ റോഡ് കുറച്ച് ഡേഞ്ചറസ് ഉള്ള റോഡാണ്. ഈ സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇവിടെയൊക്കെ കുറെ ആക്സിഡന്റ്സ് ഉണ്ടായിട്ടുള്ളതാണ്. പണ്ട് ഒരു ഹാപ്പി ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബസ്സൊക്കെ, ഒരു കോളേജ് ടൂർ വന്നപ്പോ അവരിവിടെ വന്നിട്ട് കൺട്രോൾ വിട്ട് ഒക്കെ പോകുന്നതാണ്. അപ്പൊ ഇതിലെ കൂടെ വണ്ടി ഓടിക്കുമ്പോ ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം എന്ന് വരുന്നുണ്ടെങ്കിൽ. ഇവിടെ കുറച്ച് വളവുകളും തിരിവുകളും എല്ലാം ഉണ്ട്. ഇവിടുന്ന് നേരെ വന്നിട്ട് അവിടുന്ന് ബ്രേക്ക് കിട്ടാതെയൊക്കെ കുറെ വാഹനങ്ങള് അടുത്തിടയ്ക്കൊക്കെ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. മൂന്നാറിലേക്ക്, ഇടുക്കിയിലേക്ക് വരുമ്പോ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക, ഒരു കുഴപ്പം ഉണ്ടാകുകയല്ല. ഓക്കെ, നമുക്കിനി കുറച്ച് ദൂരം കൂടെ ഉണ്ട്, ഒരു 5-6 കിലോമീറ്ററും കൂടെ പോകാനുണ്ട്. നമ്മള് രാജക്കാട് ഡയറക്ഷനിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പോവാം. ഫ്രണ്ട്സ്, ഇവിടെ നമുക്ക് ഒരു നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ചായക്കടയൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു ചായ കുടിക്കാം. നല്ലൊരു സീനിക് ബ്യൂട്ടി ഒക്കെ കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നല്ലൊരു ചായ ഒക്കെ കുടിച്ചിട്ട് നമുക്ക് ഇനി ബാക്കി യാത്ര തുടരാം. ഓക്കെ, ചായ ഉണ്ട് ചേട്ടാ? എനിക്ക് 2 ചായ. ഫ്രണ്ട്സ്, ചായ കിട്ടിയിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നല്ലൊരു ഇലയുടെ വാങ്ങിച്ചത്. നല്ല ചൂട് ചായയാണ്, നല്ല അടിപൊളി ചായയാണ്. ഈ വഴിക്ക് പോകുന്നവരെ എന്തായാലും ഇവിടെ നിർത്തിയിട്ട് ഈ ചായയും ഇവിടെയുള്ള ചെറിയ സ്നാക്സ് ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യും. ഓക്കെ, ആ വ്യൂ കണ്ടോ? ആ കാണുന്ന വ്യൂ കണ്ടോ? എനിക്ക് സൂപ്പർ വ്യൂ ആണ് ഇവിടെ. ഞങ്ങള് ചായയൊക്കെ കുടിച്ചു, നല്ല ഫ്രഷായി. ഇനി ഞങ്ങള് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. രാജക്കാട്
നേരെ ഇനിയിപ്പോ ഒരു 2 കിലോമീറ്ററും കൂടി ഉള്ളു ഇവിടുന്ന്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നമ്മളിപ്പം മുല്ലക്കാനം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് എത്തിയേക്കുന്നത്. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ രാജക്കാടാണ്. നമ്മളൊരു കാര്യം ചെയ്തിൽ ഈ ഒരു അകത്തൂടെ ഒരു വഴി കിടപ്പുണ്ട്. ഈ വഴി കൂടെ കയറി ഇതൊരു ചെറിയ ഷോർട്ട് കട്ടാണ്. കുറച്ച് വഴി മോശമായിരിക്കും, പക്ഷെ എങ്കിലും വണ്ടികളൊക്കെ പോകുന്ന അധികം വണ്ടികളൊന്നും ഇല്ലാത്ത ഒരു ഷോർട്ട് കട്ടാണ്. നമുക്ക് പെട്ടെന്ന് പൊന്മുടി ഡാമിന്റെ ഒക്കെ ആ ഏരിയയിലേക്ക് നമുക്ക് ഈ വഴി പോയി കഴിഞ്ഞാൽ എത്താൻ പറ്റും. നമുക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ഷോർട്ട് കട്ട് വഴി കയറിയിട്ട് ഇപ്പൊ നമ്മൾ വന്ന് പെട്ട് കിടക്കുന്നുണ്ട്. ഒരു 2-3 ക്രെയിൻ ഉണ്ട്. പുറകിൽ ഒരെണ്ണത്തിന് ഇപ്പൊ ജസ്റ്റ് നമ്മൾ ഓവർടേക്ക് ചെയ്തേ ഉള്ളൂ. അതൊരു JCB ആണ്. അതിപ്പോ ഇതൊരു ചെറിയ വഴിയും കൂടിയാണ്. അപ്പൊ അധികം വണ്ടികൾക്ക് പോകാനും ഞങ്ങളോർത്ത് പെട്ടെന്നങ്ങ് ചെല്ലാന്നോർത്ത് ഇതിലേക്കൂടെ കയറിയതാ. അപ്പൊ ഇപ്പൊ അവർക്ക് അവിടെ എന്തോ കുഴിച്ചാടി കിടക്കുമെന്ന് തോന്നുന്നു. നോക്കാം, അത് ചിലപ്പോ സൈഡ് തരുമായിരിക്കും നമുക്ക്. ഓക്കെ, അവര് നമ്മളെ കയറ്റി വിടുന്നുണ്ട്. ഇതിപ്പോ നമ്മുടെ ആടിന്റെ ഒരു സിനിമയില്ലേ, നമ്മുടെ ആട് സിനിമയ്ക്കകത്ത് ഈ ജംഗ്ഷനിൽ വെച്ചാണ് മറ്റേ ജയസൂര്യക്കൊക്കെ പണി കിട്ടുന്നത്. അവര് മറ്റേ വെള്ളം അടിച്ചു വന്നിട്ട് ആട്ടിൻകാട്ടമൊക്കെ വായിലിട്ടിട്ട് വന്നിട്ട് സർബത്ത് മറ്റേ പുള്ളി പിടിക്കുന്ന ഈ ജംഗ്ഷനിൽ വെച്ചാണ്. കറക്റ്റ് നമുക്ക് അവിടെ വെച്ച് ചെറിയൊരു പണി, പോലീസ് പിടിച്ചില്ല എങ്കിൽ പോലും ക്രെയിനിന്റെയും JCBയുടെ ഒക്കെ ഇടക്കൊന്ന് പെട്ടായിരുന്നു. നമ്മുടെ ഈ സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സിനിമ ലൊക്കേഷൻസ് ആണ്. ഒത്തിരി സിനിമകള് പിടിക്കുന്ന സ്ഥലങ്ങളാണ്. ഒരു വണ്ടി വരുന്നുണ്ട്. ഗൈസ്, നിങ്ങൾ ഇനി ഇതിലേക്കൂടെ വരുമ്പോ ഈ വഴി എടുക്കാൻ നോക്കണ്ട കേട്ടോ. ഇത് കുറച്ച് ദൂരേ ഉള്ളതെങ്കിൽ പോലും മറ്റൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ബൈക്കിനൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് പാസ് ചെയ്ത് പോകാൻ പറ്റും. ഇത് വേറൊരു വൈബാണ്. ഓക്കെ, നമ്മളിപ്പോ ആ ചെറിയ ഷോർട്ട് കട്ട് റോഡ് കടന്നിട്ട് ആ മെയിൻ റോഡിലേക്ക് എത്തുവാണ്. അതായത് രാജക്കാടിൽ നിന്ന് പൊന്മുടി അടിമാലിക്ക് പോകുന്ന റൂട്ടാണിത്. അപ്പോ ഓക്കെ, നമ്മള് ആ റൂട്ടിലെത്തി. ഇനി നേരെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പൊന്മുടി ഡാം കാണാം. പിന്നെ 2-3 സ്ഥലങ്ങൾ കൂടി ഉണ്ട്, അതും കൂടെ നമുക്ക് ഇന്ന് കാണാം. ഇപ്പൊ സമയം ഒരു 4 മണിയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കിന്ന് ഇരുട്ടുന്നതിന് മുമ്പ് മാക്സിമം ഇവിടെയുള്ള ഏരിയാസ് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഈ റോഡ് ആദ്യകാലങ്ങളിൽ ബസ് റൂട്ട് ആയിരുന്നു. നമ്മുടെ അടിമാലിക്ക്, രാജക്കാട്ടിൽ നിന്ന് അടിമാലിക്ക് പോകുന്ന ബസ് റൂട്ട് ഇതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് വേറെ ഒരു വഴി അപ്പുറത്ത് വന്നൊരു ഷോർട്ട് കട്ട് അവര് ചെയ്തിട്ട് ഇപ്പം ബസ് ഇതിലേ പോകുന്നില്ല. ഇത് നമ്മുടെ ഡാമിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് ഈ റോഡ് ഇച്ചിരി മോശമായിട്ട് കിടക്കുകയാണ്. ഫ്രണ്ട്സ്, ഇവിടെ നമ്മുടെ ഈ പൊന്മുടി ഡാമിന്റെ ഇവിടെ പുതിയ ബോട്ടിംഗ് സർവീസും കൂടെ ആരംഭിക്കുകയാണ്. അതിന്റെ എല്ലാ സംഭവങ്ങളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്കിപ്പോ ബോട്ടിങ്ങിന് പോകാൻ പറ്റിയല്ല, പക്ഷെ നമുക്ക് വരുന്ന ആഴ്ച മുതൽ ബോട്ടിങ്ങിന്റെ എല്ലാ സംഭവങ്ങളും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വരുമ്പോൾ ഇനി മുതൽ ഇവിടെ ബോട്ടിങ്ങും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല സൂപ്പർ ഒരു സ്ഥലമാണ്. നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കാം. പണ്ട് വെറുതെ കാട് പിടിച്ച് കിടന്ന ഒരു ഏരിയ ആയിരുന്നത്. എന്തായാലും ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അത് ഏറ്റെടുത്തിട്ട്
അത്യാവശ്യം നല്ല ബ്യൂട്ടിഫിക്കേഷൻ ഒക്കെ ചെയ്ത് അതൊരു ടൂറിസ്റ്റുകൾക്ക് വരാൻ പറ്റിയ ഒരു രീതിയിൽ ആക്കിയിടുന്നുണ്ട്. നേരത്തെ ഫുൾ കാട് പിടിച്ച് കിടക്കുമായിരുന്നു ഈ സ്ഥലങ്ങളിലൊക്കെ. നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ് അവരെടുത്തിട്ടുണ്ട്. അത് പാർക്കും ചെറിയൊരു ട്രീ ഹട്ടോ എന്തോ സംഭവങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. വെച്ച് നമ്മളിപ്പോ പൊന്മുടി ഡാമിന്റെ ആ ടോപ്പിലേക്ക് കയറുകയാണ്. ഈ ഒരു സീന് ഏതെങ്കിലും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഓർഡിനറി എന്ന് പറഞ്ഞ സിനിമയുടെ ക്ലൈമാക്സ് സീനില് ആരായിരുന്നു, നമ്മുടെ ആസിഫ് അലിനെയൊക്കെ വെച്ച് ചെയ്ത ഒരു ക്ലൈമാക്സ് ഉണ്ടല്ലോ, അത് ഇതിന്റെ ടോപ്പിൽ വെച്ചായിരുന്നു ചെയ്തത്. അങ്ങനെ കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ അടുത്തെവിടെയോ നമ്മുടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെ ഉണ്ട്. നമ്മുടെ ചെന്നൈ എക്സ്പ്രസിന്റേതൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് പോകാൻ പറ്റുമെന്ന് നോക്കാം അവിടം വരെ. നമ്മൾ ഇതിന്റെ ഈ ഒരു ടോപ്പായിരുന്നു നമ്മളിത് അവിടെ നിന്നിട്ട് വന്നപ്പോ കാണിച്ചു തന്നില്ലേ. ഇതിന്റെ ഇവിടെ ആയിരുന്നു കണ്ടത്. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ബാക്കിൽ നിന്ന് നമ്മളിപ്പോ ആ ടോപ്പിൽ വന്നിരിക്കുകയാണ്. ഷട്ടറുകളുണ്ട് ഈ ഡാമിന്. ഇതിന് ഷട്ടറുകളുണ്ട്. ഇതിന്റെ 1963 ഉണ്ടാക്കിയ ഒരു ഡാമാണ്. ഇവിടുന്ന് ചില സമയങ്ങളിൽ ഇത് വെള്ളം ഫുള്ളാകുമ്പോൾ തുറന്നു വിടും. പെരിയാർ നദിയിലേക്ക് വെള്ളം അങ്ങോട്ട് പോകുന്നുണ്ട്. അടിപൊളിയല്ലേ? ഇന്ന് നമ്മുടെ കൂട്ടത്തില് അമ്മും കൂടി ഉണ്ട്. അമ്മ ഇന്ന് ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചുമ്മാ ചാടിയതാണ് ഒരു ഔട്ടിങ്ങിനായിട്ട്. അപ്പൊ ഡാമും ഇവിടെയൊക്കെ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? അടിപൊളിയാണോ? 아빠 날려 앉아요? നമ്മളിനി ഇവിടെ അടുത്ത് നമ്മുടെ ചെന്നൈ എക്സ്പ്രസ് ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷൻ ഉണ്ട്. വളരെ ഫേമസ് ആണ്. വരുന്ന ആളുകളെല്ലാം അത് പോയി കാണുന്നുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കാം. ഓക്കെ, ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം കൂടെ അങ്ങോട്ട്. വഴി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ വഴിയായിരുന്നു നമ്മുടെ ആ ലൊക്കേഷനിലേക്ക് പോകേണ്ടത്, ഷൂട്ടിംഗ് പോയിന്റിലേക്ക്. പക്ഷെ ഇപ്പോ വഴി പണി നടക്കുന്നതിൽ അതിന്റെ റോഡ് ബ്ലോക്ക്ഡ് ആണ്. ഇവിടെ കുറച്ച് ദൂരം ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അത് അടുത്ത ഒരു എപ്പിസോഡിലേക്ക് മാറ്റാം. ഇന്ന് നമുക്ക് ഇവിടെ അടുത്തൊരു നാടുകാണിപ്പാറയുണ്ട്. നാടുകാണിപ്പാറ ഒന്ന് പോവാം. സൂപ്പർ സ്ഥലമാണ് അതും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്പോട്ട്. ഓക്കെ, കം. ഫ്രണ്ട്സ്, നമ്മളിപ്പോ നാടുകാണിപ്പാറ എത്തിയിട്ടുണ്ട്. ഇതാണ് നാടുകാണിപ്പാറ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ നിന്ന് കഴിഞ്ഞാല് അത്യാവശ്യം ഈ നാട് മൊത്തം കാണാൻ പറ്റും. വണ്ടി ഇവിടെ ഒന്ന് ഒതുക്കിയിടാം നമുക്ക്.
മലയാണോ ഇത്ര മലയാളം നമ്മള് തിരിച്ച് പൊന്മുടി ഡാമിന്റെ അവിടെ എത്തി. നമുക്ക് ഇനി ഇവിടെ അടുത്തുണ്ടല്ലോ നല്ല ഒരു അടിപൊളി ഒരു തൂക്കുപാലമുണ്ട്, ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. നമ്മുടെ നമുക്ക് രണ്ട് വഴി പോവാം. ഈ വഴി വേണേലും പോവാം, ഈ വഴി പോവാം. ഈ വഴി നമുക്കൊന്ന് പോയി നോക്കാം. നല്ല ഒരു ഇതുണ്ട്, ഈ മലയൊക്കെ വെട്ടി പണ്ട് കാലത്ത് ഉണ്ടാക്കിയേക്കുന്ന ഒരു റോഡാണിത്. ബസ് റൂട്ട് ആയിരുന്നത്. സൂപ്പറായിട്ട് പണിതിട്ടുണ്ട്. വാവ്, അടിപൊളി റോഡാണ്. നല്ല ഒരു അഡ്വഞ്ചറസ്. പണ്ട് ബസ്സിനൊക്കെ ചെറുപ്പകാലത്ത് ഇതിലെ വരുമ്പോ ഭയങ്കര ഒരു ഫീലായിരുന്നു. നല്ല അടിപൊളിയായിട്ട്. എനിക്ക് ഒരു സൈഡ് ഫുള്ളായിട്ട് ഈ പാറ മൊത്തം കട്ട് ചെയ്തെടുത്തിട്ട് താഴേക്ക് വലിയ കൊക്കയായിട്ടുള്ള റോഡാണ്. റോഡിനിപ്പോ വീതി തീരെ കുറവാണ്. പിന്നീട് അതങ്ങ് വീതി കൂട്ടി പണിതിട്ടൊന്നുമില്ല. ഒരു വണ്ടി അവിടെ വന്ന് ചെറുതായിട്ടൊന്ന് പെട്ടല്ലോ. റോഡ് ഇപ്പൊ അധികം കാര്യമായിട്ട് യൂസ് ചെയ്യുന്നില്ല. കാരണം മറ്റേ വേറെ ഒരു പാരലൽ റോഡ് വന്നിട്ടുണ്ട് അടിമാലിക്ക് പോകാനായിട്ട്. ആ റോഡാണ് എല്ലാരും യൂസ് ചെയ്യുന്നത്. ഇതിപ്പോ ഒരു കുറച്ച് ജീപ്പുകാരും അങ്ങനെയുള്ള ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ വരുന്നവർ മാത്രമേ ഇതങ്ങനെ യൂസ് ചെയ്യുന്നുള്ളൂ ഈ റോഡ്. നമുക്ക് ഇവിടുന്ന് പൊന്മുടി തൂക്കുപാലത്തിലേക്ക് 500 മീറ്റർ ആണുള്ളത്. 500 മീറ്റേഴ്സ്. ഓക്കെ, നമ്മൾ നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജിൽ എത്തിയിട്ടുണ്ട്. വണ്ടി കടന്നു പോകുമായിരിക്കും അല്ലേ? ഓക്കെ, കറക്റ്റാണ്. വാവ്, സൂപ്പർ. ചെറുതായിട്ട് അനങ്ങുന്നുണ്ട് പാലം. അടിപൊളിയാണ് കേട്ടോ. ആഹാ, സൂപ്പർ വ്യൂ. താഴേക്ക് നോക്കിയാ വാവ്. ഇത് പണ്ട് തടിയും കൊണ്ടായിരുന്നു ഈ പാലം ഉണ്ടാക്കിയിരുന്നത്. ഇപ്പൊ ഇതൊരു അയണിന്റെ ഇരുമ്പിന്റെ കുറച്ച് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഒരു വണ്ടി കറക്റ്റ് കടന്നു പോകാനുള്ള ഒരു വീതി ഉള്ളൂ. നമുക്ക് നിർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, എന്റെ മേളിലത്തെ ഇടയിലൊക്കെ വെള്ളമുണ്ട്. ഇതിന്റെ നമ്മുടെ പൊന്മുടി ഡാമിൽ നിന്ന് നിറഞ്ഞു കഴിയുമ്പോൾ വെള്ളം ഒഴിച്ച് ഇതിലേക്കൂടെ വിടുന്നതാണ്. മറ്റേ പന്നിയാർകുട്ടി ഡാമിലേക്ക് പണ്ട് സാധനങ്ങൾ കൊണ്ടുപോയിരുന്ന ഒരു റോഡാണിത്. ഇരുമ്പാണ്, മൊത്തം ഇരുമ്പ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് തടിയായിരുന്നു പണ്ട് വരുമ്പോൾ. ഇത് തടിയായിരുന്നു. അതിപ്പോൾ അത് ഇരുമ്പിന്റെ ഒരു ഷീറ്റുകൾ ഇങ്ങനെ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അത് നല്ല സേഫാണ്. ഇപ്പോൾ ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ ഇവിടെ വരുന്നുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി ഒരു സ്പോട്ടാണ്. വണ്ടിയൊക്കെ കയറുമ്പോൾ ഒന്ന് കുലുങ്ങുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോ നമ്മൾ ഹാങ്ങിങ് ബ്രിഡ്ജും കണ്ടു. ഇനി നമ്മൾ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു സ്പോട്ട് കാണാൻ വേണ്ടിട്ട് പോവാണ്. അതായിരിക്കും നമ്മുടെ ഈ ട്രിപ്പിലെ കിടുക്കാച്ചി ഒരു സ്പോട്ട്. അത് നമുക്ക് നേരിട്ട് കാണാം. കം.
നമ്മൾ കുറച്ചു മുമ്പ് വന്ന വഴി തന്നെയാണ് ഇതിലെ വന്നിട്ട് ആ ഡയറക്ഷനിലേക്കായിരുന്നു നമ്മൾ പോയത്. നമ്മൾ ആ വഴി തന്നെ ഇച്ചിരി തിരിച്ചു പോയിട്ട് നമ്മളിപ്പോ പോകാൻ പോകുന്നത് കള്ളിമാലി വ്യൂ പോയിന്റ് ആണ്. അതായത് ഈ ഡാമിന്റെ എല്ലാം കൂടെ ടോപ്പിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഫുൾ ഡാം നമുക്ക് മോളിൽ നിന്നിട്ട് കാണാൻ പറ്റും. അത് ഈവനിങ് ആകുമ്പോഴത്തേനും മറ്റേ സൺസെറ്റും കൂടെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും. ഇത് നമ്മുടെ ഈ രാജക്കാടിന് പോകുന്ന ആ റൂട്ടിൽ നിന്ന് ചെറിയൊരു ഡീവിയേഷൻ എടുക്കണം നമ്മുടെ കള്ളിമാലി വ്യൂ പോയിന്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റേഴ്സ് ആണെന്ന് തോന്നുന്നു നമ്മുടെ വ്യൂ പോയിന്റിലേക്കുള്ളത്. ചെറിയ റോഡാണ്, കുഴപ്പമില്ല, അത്യാവശ്യം ഡ്രൈവബിൾ ആണ് റോഡ്. നമുക്ക് പോയി നോക്കാം. നമ്മളിത് കള്ളിമാലി വ്യൂ പോയിന്റിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ആ താഴോട്ട് നോക്കുക, എന്താ സൂപ്പർ, എന്ത് രസമാണ് ആ പൊന്മുടി ഡാമിന്റെ വെള്ളം ഇങ്ങനെ റൗണ്ട് അടിച്ച് കിടക്കുന്നത്. 2 സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് വെള്ളം കിടക്കുന്നു. അതിന്റെ നടുക്ക് മൊത്തം മരങ്ങള്, സൂപ്പർ സീൻ. ഇതുണ്ട് ഇവിടെ ഒരു റിസോർട്ടോ എന്തോ സംഭവങ്ങളൊക്കെ ഇവിടെ പുതുതായിട്ട് വരുന്നുണ്ട്. അതിന്റെ ഈ ശരിക്കും ഈ കള്ളിമാലി വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട് ഇവിടെ. അപ്പം അവർക്കൊക്കെ സ്റ്റേ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പുതിയ റിസോർട്ടുകളൊക്കെ പണി ഇവിടെ അടുത്തൊക്കെ കുറച്ച് റിസോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പം എങ്ങനെയുണ്ടമ്മോ സ്ഥലം? ആണോ? ഓ, ഇത് സന്തോഷമില്ലാത്ത അവിടുന്ന് പോ, അവിടെ ഇറങ്ങിപ്പോ. മൂന്നാമത്തെ ലെയറിന്റെ നേരെ ഇട്ടിരിക്കുന്ന കട കണ്ടോ? ഇവിടെ എന്തായാലും നല്ലൊരു കാര്യം കണ്ടത് കണ്ടോ, പ്ലാസ്റ്റിക് ഒന്നും ഇവിടെ എറിഞ്ഞു കളയാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ ബൂത്ത് തന്നെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറെ ആളുകളൊക്കെ ഇങ്ങനെ വരുമ്പോൾ അലക്ഷ്യമായിട്ട് ഇതിലൊന്നും എറിഞ്ഞു കളയാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം, നല്ലൊരു സംഭവം ചെയ്തിട്ടുണ്ട് രാജക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ഇതിൽ. അപ്പോ ഫ്രണ്ട്സ്, നമ്മള് കള്ളിമാലി വ്യൂ പോയിന്റിലായിരുന്നു. പെട്ടെന്ന് നല്ല മഴ വരുന്നുണ്ട്. മഴ വന്നു, ഞങ്ങളപ്പോ വണ്ടിക്കകത്ത് കയറി. നല്ല മഴയായി ഇവിടെയൊക്കെ നോക്കൂ. അപ്പം നമ്മുടെ യാത്രകൾ അവസാനിക്കുന്നില്ല. ഇന്നത്തെ കള്ളിമാലി യാത്ര ഇവിടെ വെച്ച് നമ്മൾ നിർത്തുകയാണ്. അപ്പൊ പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ ഉടനെ വരും. അപ്പൊ ഇത്രയും നേരം നമ്മുടെ കൂട്ടത്തില് അദൃശ്യനായിട്ടുണ്ടായിരുന്ന ഒരാളും കൂടി ഉണ്ടായിരുന്നു, നമ്മുടെ ഡിയർ ദീപക്. ഹലോ ബ്രോ. ദീപക് ആണ് ഇത്ര നേരം ക്യാമറ ഹാൻഡിൽ ചെയ്ത് നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ട്രാവൽ ദിൽസേ ബൈ ദിലീപ് എന്നാണ് ചാനലിന്റെ പേര്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ നല്ല അടിപൊളി ട്രാവൽ വീഡിയോസുമായിട്ട് നമ്മൾ ഉടനെ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ, ടേക്ക് കെയർ, ബൈ ബൈ.